ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്നു നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപങ്ങളും. ശ്ലോകം 9. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈസ്ത്വം സാംഖ്യയോഗനുദിഭിः സമുപാസ്യമാനഃ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഈ ശ്ലോകം ഇങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ശ്രീനാരദേന, ദ എന്നുള്ള ദയിലത്തെ ദ എന്നാണ്. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ. അവിടെ മുഖ്യൈന്ന് വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ത്വം എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വം എന്നാവും. ഭാരത എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഖണ്ഡ എന്നുള്ളതിൻ്റെ ഖാന്നും. ഖണ്ഡ ണ ഡ എന്നാണ്. ഒട്ട് മൂന്നണ്ട. മുഖ്യൈ എന്നുള്ളതിൻ്റെ ഖ്യ എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയണം. സാംഖ്യയോഗനുദിഭി. സാംഖ്യ ഖ്യ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സാംഖ്യയോഗനുദിഭി. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അവിടെ വിസർഗം ഇട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഒരു സ മതി. സമുപാസ്യമാന അവിടെ വിസർഗമുണ്ട്. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സ എന്ന് വേണം. സാംഖ്യയോഗനുദിഭി സമുപാസ്യമാന വിസർഗം. അപ്പം അങ്ങനെ നിർത്തണം. ആ കൽപ്പകാലം ഇഹ ചേർത്തിട്ട് ആ കൽപ്പകാലമിഹ സാധുജനാഭിരക്ഷി. സാധു ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജനാഭി എന്നുള്ളതിൻ്റെ ഭീന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. രക്ഷി കാഷ എന്നാണ്. ക്ഷ നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. രക്ഷീ നീട്ടിയിട്ട്. നാരായണോ നരസഖ അവിടെ വിസർഗമുണ്ട്. അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. നരസഖ പരിപാഹി ഭൂമൻ. പരിപാഹി ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അങ്ങനെ നിർത്താം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈസ്ത്വം സാംഖ്യയോഗനുദിഭിः സമുപാസ്യമാനഃ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. അടുത്തത് 10ാമത്തെ ശ്ലോകം. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയഞ്ചശാകേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. പ്ലാക്ഷേ അർക്കരൂപം അയി അത് ചേർത്തിട്ട് പ്ലാക്ഷേർക്കരൂപമയി. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശാൽമല ഇന്ദുരൂപം ന ദ എന്നാണ്. ഇന്ദു എന്നുള്ളത് ഇന്ദുരൂപം. ദ്വീപേ ദ്വീ ദ എന്ന് കഴിഞ്ഞിട്ടുള്ള ചിഹ്നം വള്ളി നീട്ടിയിട്ട് ദ്വീപേ ഭജന്തി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കുശനാമനി കുശനാമനി വഹ്നിരൂപം. ഹ ന എന്നാണ് എഴുതിയിരിക്കുന്നത് വെച്ചാലും ന ഹ എന്ന് വരണം അതിൻ്റെ ഉച്ചാരണം. വഹ്നിരൂപം. ക്രൗഞ്ചേ അംബുരൂപം അഥ ചേർത്തിട്ട് ക്രൗഞ്ചേംബുരൂപമഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വായുമയം ച വായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമയി. ബ്രഹ്മ ഇതും വഹ്നി എന്ന് പറഞ്ഞ പോലെ തന്നെ ബ്രഹ്മ ഹ എന്ന് ലാസ്റ്റിൽ വരണം. ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാ.
അവിടെ വിസർഗം ലാസ്റ്റിൽ പുഷ്കര നാംനി ലോകാ നീട്ടിയിട്ട് വിസർഗത്തോടു കൂടെ നിർത്തണം. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയഞ്ച ശാകേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.